ഗ്ലൂട്ടാത്തയോൺ തേച്ചാൽ വെളുക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഗ്ലൂട്ടാത്തയോൺ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് മെയിനായിട്ട് സ്കിൻ കെയറിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക് ലിവറിൽ നിന്നാണ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കുന്നത്. ലിവർ സിറോസിസ് വരുമ്പോൾ ഗ്ലൂട്ടാത്തയോണിന്റെ ഈ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിന് ബോഡിയിൽ കുറയും. അപ്പൊ അത് കൂട്ടാനായിട്ട് ഐ വി ആയിട്ട് ട്രിപ്പായിട്ട് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ കൊടുത്തപ്പോഴത്തേക്ക് ചില ആൾക്കാർ വെളുക്കാൻ തുടങ്ങി. എല്ലാവരും വെളുത്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഈ ഒരു സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കിയത്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്താ പറയുന്ന ബോഡിയിൽ ഓൾറെഡി ഉള്ളൊരു സാധനമാണ്. ഇത് അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത്, നമ്മൾ കഴിക്കുന്ന പല ഫുഡുകളിലും ഗ്ലൂട്ടാത്തയോൺ ഓൾറെഡി ഉണ്ട്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് വിറ്റാമിൻ സി കഴിച്ചാലും അതുപോലെ തന്നെ നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാലും ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗ്ലൂട്ടാത്തയോൺ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെളുക്കാൻ പോണില്ല. നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ മാറാനും പോണില്ല. നമുക്ക് തന്നെ അറിയാം, ലിവർ സിറോസിസ് വന്ന പല ആൾക്കാരും ഈ ഒരു പ്രോസസ്സ് കാരണം അവരുടെ സ്കിൻ കറുക്കാറുണ്ട്. ആ കറുപ്പ് വരുന്ന അവരുടെ ശരീരത്തിൽ ആ ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നതുകൊണ്ടാണ്. ബോഡി ഒരുപാട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ അത് ഇനഫ് എമൗണ്ട് ബോഡി കിട്ടുമ്പോൾ നാച്ചുറലി അവരുടെ സ്കിൻ കളർ തിരിച്ചു വരുന്നതാണ്. അതല്ലാണ്ട് നമ്മുടെ സ്കിൻ വെളുക്കുന്നതല്ല. നാച്ചുറൽ സ്കിൻ കളർ തിരിച്ചു വരുന്നുണ്ട്. ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ വെളുക്കാനായിട്ട് പോണില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺവേഴ്സ് ചെയ്യേക്ക്. ഇതുപോലത്തെ സ്കിൻ കെയർ ആയിരിക്കും വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.